സംസ്ഥാനത്ത് 5 സ്വകാര്യ ആശുപത്രികളിൽ ഈയിടെ റെയ്ഡ് നടക്കുകയാണെന്നുള്ള വാർത്ത ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. അതെ. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവയവക്കടത്താണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു റെയ്ഡാണ് നടക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത്? നജീബ് വഴിയാണ് ഇത് തുടക്കമിട്ടേക്കുന്നത്. നജീബ് എന്ന് പറയുമ്പോൾ അവയവത്തിന്റെ വ്യാജ രേഖ ചമച്ചുണ്ടാക്കുന്നതായിരുന്നു നജീബിന്റെ മെയിൻ ആയിട്ടുള്ള ജോലി. അതിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് കുറച്ച് നാളായിട്ട് അയാൾ നിരീക്ഷണത്തിലായിരുന്നു. അയാളെ പിടിച്ചിരുന്ന ഉത്തർപ്രദേശിൽ നിന്നെങ്ങാണ്ടാണ് നമ്മുടെ സംഘം പോയി പിടിച്ചത്. അതിനുശേഷം ഇപ്പോൾ പ്രമുഖ 5 ആശുപത്രികളിലാണ് ഇവിടെ റെയ്ഡ് നടക്കുന്നത്. ഒന്നാമത്തെ കാരണം ആ ഒരു ആശുപത്രിയിൽ നിന്നും നജീബിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ വ്യാജ രേഖ ചമച്ചുണ്ടാക്കിയിട്ട് ആ വ്യാജ രേഖ ചമച്ചുണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഇപ്പോൾ ഏകദേശം ചിത്രം വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷങ്ങൾക്ക് മുന്നേ നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എബിൻ എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി, എനിക്ക് തോന്നുന്നു അതിന് 18 വയസ്സ് കഴിഞ്ഞിട്ടോ സംശയമാണ്, ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ ആദ്യം ഒരു സ്ഥലത്ത് കാണിച്ചിരുന്നു. അപ്പോൾ റെഫർ ചെയ്ത് വിട്ടതാണ് ഈ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ. അവിടെ മരുന്നുകളോടൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മസ്തിഷ്കമരണം സംഭവിച്ചു എന്ന് ഉറപ്പുവരുത്തി വീട്ടുകാരുടെ സമ്മതമില്ലാതെ ആ കുട്ടിയുടെ ഓർഗൻസ് എടുത്തു മാറ്റുകയാണ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ചെയ്തത്. ജീവനോടെയാണെന്ന് പറയപ്പെടുന്നുണ്ട്. മസ്തിഷ്കമരണം സംഭവിച്ചതല്ലേ, അറിയത്തില്ലല്ലോ, വേദന തിന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് കണ്ടുപിടിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ ആ കുഞ്ഞിൻ്റെ അമ്മ ബോഡി കണ്ടപ്പോൾ നമ്മുടെ ഭാഗത്ത് പിടിച്ചു നോക്കുമ്പോൾ ശരീരം വെറും ഒന്നുമില്ലാതെ പാളി പോയവരിയ്ക്കുന്നുണ്ടായിരുന്നു. അത് സംശയം ഉന്നയിച്ചപ്പോഴാണ് പറഞ്ഞത് മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. അപ്പോൾ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. അപ്പോൾ എന്താണ്, ജീവനില്ലാത്തൊരു വ്യക്തിക്ക് ഓർഗൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞങ്ങളെങ്ങ് എടുത്തു എന്ന ലാഘവത്തോടെയാണ് അവർ പറഞ്ഞത്. ഈ ഒരു സാധനം എടുക്കുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുടെ കൺസേൺ ഇല്ലാണ്ട് എടുക്കാൻ സാധിക്കില്ലല്ലോ. അയാൾക്ക് ആ ഒരു ബോഡിക്ക് ബോധം ഇല്ല അല്ലെങ്കിൽ അത് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട കുറെ പേരുണ്ടല്ലോ, അവർ ചോദിക്കാണ്ട് ഇതൊക്കെ എടുക്കുന്നത് തെറ്റ് തന്നെയാണ്. എന്നിട്ട് കുറെ കേസായിട്ട് മുന്നോട്ട് പോയതാണ്. പക്ഷെ നമുക്കറിയാം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ അവരുടെ തന്നെ ഗുണ്ടായുസവും ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ അതെങ്ങും എത്താതെ ഈ ഒരു വിഷയം ഡോക്ടർ ഗണപതി എന്ന് പറഞ്ഞ ഒരു സാറുണ്ട്, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവയവദാനം നമ്മുടെ ജോസഫ് എന്ന് പറഞ്ഞ മൂവിയിലത്തെ എക്സാക്ട്ലി ആ ഒരു കഥ തന്നെയാണ് പല ഹോസ്പിറ്റലിലും നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രമുഖ 5 സ്വകാര്യ ഹോസ്പിറ്റലിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും മാധ്യമങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടോ, പേര് വെളിപ്പെടുത്തിയിട്ടുണ്ടോ അത് ഏത് ഹോസ്പിറ്റലാണെന്നുള്ളത്? സ്വകാര്യ 5 ആശുപത്രികൾ നമുക്കറിയാം. എറണാകുളത്തെ ആശുപത്രികൾ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനേത് ഹോസ്പിറ്റലാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ എന്നിട്ടും അവർ പോലും പറയാൻ പേടിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ ED അന്വേഷിക്കാൻ വന്നേക്കാണ്. ഇതുപോലെ തന്നെയാണ് പിണറായി വിജയൻ്റെ വീട്ടിൽ അന്വേഷിക്കാനും വന്നത്. അപ്പോഴും പെട്ടെന്നാണ് വന്നത്. പക്ഷേ അന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ ഈ 5 ഹോസ്പിറ്റൽ ഏതാണെന്ന് പറയുന്നില്ല. എന്തുകൊണ്ടാണ് അവിടെ അന്വേഷിക്കാൻ കാരണമെന്ന് പറയപ്പെടുന്നില്ല. അതിൽ ഏറ്റവും 5ാമത്തെ ഹോസ്പിറ്റൽ ഏറ്റവും പ്രധാനപ്പെട്ട ലേക്ക് ഷോർ ഹോസ്പിറ്റലാണ്. 2ാമത്തത് ആസ്ട്രോ മെഡിസിറ്റിയാണ്. 3ാമത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ്. ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഈ പ്രമുഖ മാധ്യമങ്ങൾ പോലും ഈ പേര് പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ ഈ നജീബിന് പൈസ കിട്ടിയ പോലെ ഇവർക്കും കിട്ടിയിട്ടുണ്ടാവുമോ? മേ ബി നമുക്ക് അങ്ങനെ വിചാരിക്കാം. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 18 വയസ്സായുള്ള കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി, മസ്തിഷ്കമരണം സംഭവിച്ചെന്ന് പറഞ്ഞിട്ടാണ് ഓർഗൻസ് പിഴിഞ്ഞെടുത്തേക്കുന്നത്. ഇതുപോലെ എത്ര ഓർഗൻസ് എടുത്തിട്ടുണ്ടാവും. ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് അറിയാത്തത് ഇപ്പോഴും നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ എവിടെയൊക്കെ നടക്കുന്നുണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ജോസഫ് മൂവിയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാനൊരു ഡോണർ ആണെന്നുണ്ടെങ്കിൽ എനിക്കത് എൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് കറക്റ്റ് അയാൾക്ക് തന്നെ കിട്ടുന്നുണ്ടെന്ന് ഒരു ഉറപ്പുമില്ല. ആ ഒരു കള്ളക്കഥയാണ് അല്ലെങ്കിൽ ഒരു സത്യമാണ് ജോസഫ് എന്ന മൂവിയിൽ കാണിച്ചത്. പക്ഷെ ആ ഒരു മൂവിക്കെതിരെ പോലും ആരും ശബ്ദിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ശബ്ദിക്കാതെ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ പല പ്രമുഖന്മാരും അറസ്റ്റിലാവുമെന്ന് പേടിച്ചിട്ടാണോ? അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മാധ്യമങ്ങൾ അറിയാം, നമുക്ക് എന്തെങ്കിലും നിസ്സാര കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യും, അത് ഭയങ്കരമായിട്ട് അവിടെ പോയി സംസാരിക്കും. ഈ ചെയ്യുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു 5 സ്വകാര്യ ആശുപത്രിയുടെ മുന്നിൽ പോയിട്ട് ഒരു വീഡിയോ എടുക്കാത്തത്? അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കേണ്ടത് ഈ സമയത്ത് ഇങ്ങനെയൊക്കെയല്ലേ. കാരണം അവയവദാനമല്ല, അവയവ കച്ചവടമാണ് അവിടെ നടക്കുന്നത്. അതും ഇപ്പം എൻ്റെ ശരീരത്തിലാണെങ്കിലും എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ അവയവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് കുറ്റം തന്നെയാണ്. ഈ ഒരു വലിയൊരു റാക്കറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് സ്വകാര്യ മേഖലയിൽ. ചൂണ്ടിക്കാണിയിട്ട് തന്നെ വലിയ പ്രമുഖരായ ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടർ ഗണപതി തന്നെ ഇതെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെ ഡോക്ടർമാരാണ്, എബിൻ്റെ മരണത്തിന് കാരണക്കാരാരാണ് എന്നുള്ളതല്ല. ഡോക്ടർ ഗണപതിക്കെതിരെ എന്തൊക്കെ വധശ്രമ ഭീഷണി വന്നേക്കണേന്നറിയോ? എന്നിട്ടും അദ്ദേഹം പോയാൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഈ ജോസഫ് എന്നൊരു മൂവി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആ മൂവിനെ ചൂണ്ടിക്കാട്ടി സംസാരിച്ചത് ഗണപതി എന്ന് പറഞ്ഞ ഡോക്ടറാണ്.
കാരണം അദ്ദേഹം ആ ഫീൽഡ് ആവുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം കാണിക്കുന്ന അവ്യക്തതകൾ എന്തൊക്കെയാണെന്ന്, അറിയാക്കഥകൾ എന്തൊക്കെയാണെന്ന്. എബിൻ പറഞ്ഞൊരു സാധാരണ കുടുംബത്തിൽ അതാണ്. ആ സാധാരണ കുടുംബം രംഗത്ത് വന്നപ്പോൾ അവര് മാക്സിമം അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതെ, ഇപ്പൊ പറയുകയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വോയിസ് ഇല്ല എന്നാണ് അവരുടെയൊക്കെ വിചാരം. അതായത് മേലെ തട്ടി നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് എല്ലാ സൗകര്യങ്ങളും ഉള്ളൂ. താഴത്തെ ആൾക്കാരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ എന്താ ഈ പാമ്പ് തല പൊക്കുന്ന കണ്ടിട്ട് ഞാനിവിടെ തല പൊക്കരുത് എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ് ഇവിടെയുള്ള പല പ്രമുഖർക്കും ഉള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതെ, തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു റാക്കറ്റ് തന്നെയാണ്. ആ റാക്കറ്റിന്റെ അറിയാക്കഥകള് ജനങ്ങളിലേക്ക് എത്തിക്കാതുള്ളതാണ് ഓരോ മാധ്യമ പ്രവർത്തകരുടെയും ഡ്യൂട്ടി. അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഈ ED 9 മണിക്കൂർ ഇന്നലെ വീണ വിജയനെ ചോദ്യം ചെയ്തു. 9 മണിക്കൂറും അതിന്റെ മുന്നിൽ കുത്തിയിരുന്ന മാധ്യമങ്ങൾക്ക് ഈ ഒരു 5 കാര്യങ്ങൾ പേര് പോലും വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ 2 പാത്രത്തിൽ നീതി വിളമ്പുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കാര്യത്തിൽ എന്തൊക്കെ തീരുമാനം എടുക്കുമെന്നും ഇനിയിപ്പോൾ ആരൊക്കെ ഇതിന്റെ പേരിൽ കുടുങ്ങുമെന്നും ഏതൊക്കെ ഹോസ്പിറ്റലിന്റെ പേരിൽ കേസ് വരുമെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇന്നിപ്പോ ED അന്വേഷിക്കാൻ വന്നു, ഇന്നത്തേക്ക് മാത്രം ഈ ഒരു ന്യൂസ് നിൽക്കും. നാളെ നോക്കിക്കോ, നാളെ പുതിയ കേസ് വരും, ഇത് വെള്ളത്തിൽ മുങ്ങിപ്പോവും. അങ്ങനെയാണ് പോകുന്നത്. നമുക്ക് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ ഇത്. എന്താണെങ്കിലും ഇതൊരു വല്ലാത്തൊരു അത് തന്നെയാണ്. അവയവദാനം ചെയ്യുമ്പോഴും ചെയ്യുന്ന കുറ്റമല്ല, പക്ഷെ അവയവ കച്ചവടം നടത്തുന്ന ഇത്തരം മാഫിയകള് ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടേഴ്സ് തന്നെ ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ രംഗത്ത് കൊണ്ടുവരണം. അവർ അറസ്റ്റിലായി കഴിഞ്ഞാലും ഇതേപോലെ പേര് കാണിക്കാതെ ഇരിക്കരുത്. അത് മാത്രമാണ് ഒരു അപേക്ഷയുള്ളത്.